മലൈക്കോട്ടെ വാലിബൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സെൻസറിങ് റിപ്പോർട്ടുകൾ ഇതിൻ്റെ പുറത്ത് വന്നിരുന്നു. ഹിന്ദിയിൽ നിന്നുള്ള സെൻസറിങ് റിപ്പോർട്ട് വന്നതനുസരിച്ചിട്ട് 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ കാണുകയുണ്ടായി, സോഷ്യൽ മീഡിയയിലും ഒപ്പം നമ്മളുടെ ചാനലിലും ഒക്കെ ആയിട്ട് കാണുകയുണ്ടായി. 2 മണിക്കൂർ 7 മിനിറ്റ് ആണെങ്കിൽ സിനിമയ്ക്ക് അത് വലിയ രീതിയിൽ ബാധിക്കും, പടം പൊട്ടും എന്നൊക്കെ ഉള്ളത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, 2 മണിക്കൂറല്ല 15 മിനിറ്റ് ആണെങ്കിലും നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒന്നാണെങ്കിൽ അത് തീർച്ചയായും വിജയിക്കില്ലേ എന്നൊരു മറുചോദ്യമാണ്. അതല്ല, നിങ്ങൾക്ക് 10 മണിക്കൂർ തന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അപ്ഡേറ്റ് കിട്ടിയതനുസരിച്ചിട്ട് മലയാളവും തമിഴും 2 മണിക്കൂർ 32 മിനിറ്റ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഹിന്ദി 2 മണിക്കൂർ 7 മിനിറ്റ് എന്നുള്ളതാണ്. തെലുങ്ക്, കന്നഡ 2.25, അതായത് 2.5 മണിക്കൂറിന് താഴെ എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ ഹിന്ദിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ സോങ്ങുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു അനുമാനം വന്നിരിക്കുന്നത്. അതേപോലെ മലയാളത്തിലും തമിഴിലും ഇതിൻ്റെ സോങ്ങുകൾ ഉണ്ടാകുമെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പറയാനില്ല. എന്തായാലും മറ്റൊരു കാര്യവും കൂടെ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള LJP പടം ടിപ്പിക്കലാണെന്ന് നമുക്കറിയാം. പിന്നെന്താണ് ഇതിനകത്ത് ടിപ്പിക്കൽ എന്ന് പറയാനുള്ളത്? അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് സിനിമ ചെയ്യുന്നു, അതുകൊണ്ടാണോ ടിപ്പിക്കൽ എന്ന് പറയുന്നത്? ഓരോ സിനിമയും വ്യത്യസ്തം തന്നെയാണ്, അല്ലാതെ ഒരേ പാറ്റേണിൽ പോകുന്നതോ ഓരോ ഫോർമാറ്റിൽ പോകുന്നതല്ല LJP സിനിമകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഓരോ സിനിമയും വരുമ്പോൾ അത്രത്തോളം മികച്ച രീതിയിലാണ്. ഈമയോ മുതൽ അങ്ങോട്ടും നമ്മൾ കാണുന്ന ഓരോ സിനിമയും, എന്തിന് അവസാനമായി ഇറങ്ങിയ സിനിമകൾ പോലും അത്രത്തോളം ഗംഭീരം തന്നെയാണ്. അതായത് ഒരു പക്ഷേ അതിലെ അഭിനയം ആണ് എല്ലാവരെയും നമ്മളെ ത്രസിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കാലങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച നടനായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ലഭിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അവരെ വെച്ച് അദ്ദേഹം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ മോഹൻലാലിനെ കൈ കിട്ടുമ്പോൾ മോഹൻലാൽ എന്ന നടനെ കാണാൻ കൊതിക്കുന്ന നമ്മളെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തട്ടുപൊളിപ്പൻ പടങ്ങളോ തലകുത്തി മറിയുന്നതോ മാത്രമായിട്ടല്ല, മോഹൻലാൽ എന്ന നടനെ 90കളിലും 80കളുടെ അവസാനത്തിലുമൊക്കെ ശരിക്കും ആഴത്തിൽ അടുത്തറിഞ്ഞവർക്കറിയാം. ഇന്നത്തെ പാൽക്കുപ്പി പിള്ളേർ അന്നത്തെ സിനിമ കണ്ടിട്ട് ഫാനാവുന്ന പോലെയല്ല, അന്ന് അതൊരു വികാരം തന്നെയായിരുന്നു. രാജാവിൻ്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, അങ്ങനെയുള്ള സിനിമകൾ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ആ രീതിയിൽ മുതൽ ഇങ്ങോട്ട് കയറി ദശരഥം പോലെയുള്ള സിനിമകൾ കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുള്ളവർക്കറിയാം. ഭരതം ഈ പറഞ്ഞ പോലെ മണിച്ചിത്രത്താഴ് മുതലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഏത് റേഞ്ചിലായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയം എന്നുള്ള. അതേപോലെയുള്ള മോഹൻലാൽ അഭിനയം പിന്നീട് നമുക്ക് കാണാൻ, അത് മോഹൻലാലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, അങ്ങനെയുള്ള സംവിധായകരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഇവിടെ വീണ്ടും LJPയുടെ കയ്യിൽ മോഹൻലാലിനെ കിട്ടുമ്പോൾ അമ്മാതിരി ഒരു സിനിമ വരികയാണ്. അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതുവരെ LJP ചെറിയ പടങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് വരുന്നത്. അതായത് ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളത്. ഇതിന് ടിപ്പിക്കൽ ഓഡിയൻസ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. സിനിമ കാണാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇത് ഓരോ സിനിമയ്ക്കും ഓരോ ഉണ്ടാവാം. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു വില്ലനാണെങ്കിൽ നിങ്ങളെ ഒരു വില്ലനെ തല്ലുന്ന കഥ ഇഷ്ടപ്പെടില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസുകാരനാണെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരനെ തല്ലുന്ന ഇഷ്ടപ്പെടില്ല. അത് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ, അതല്ല, സിനിമയായിട്ട് കണ്ട് പോകുന്നവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിന് സംശയങ്ങളില്ല. അറിയുന്ന സോഴ്സുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ സിനിമ അതിഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും മോഹൻലാൽ തൂക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അതുപോലെ ഇതൊരു വലിയ സക്സസ് തന്നെയായിരിക്കും. മിനിമം 200 തൊട്ട് 400 കോടി വരെ മലയാളത്തിൽ ആദ്യമായി വരുന്ന സിനിമയുമായിരിക്കും. അടുത്തറിയുന്ന സോഴ്സുകളിൽ നിന്ന് സിനിമയുടെ ക്വാളിറ്റി മനസ്സിലായപ്പോൾ ഉള്ള ഒരു ഡയലോഗുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.